എന്നാ ബീഡി. യോഹന്നാനെ, ഇന്നലെ കാശ് കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. കിട്ടിയാലങ്ങ് തരത്തില്ലേ? ആ, ഇന്നലെ എല്ലാരും കൂടെ കണ്ടാക്കിനെ കാണാൻ പോകുന്നുണ്ടല്ലോ. ആ, 2-3 ദിവസം കൂടി കഴിഞ്ഞാലേ കാശ് കിട്ടത്തുള്ളൂ എന്ന് ഗോപാലൻ പറഞ്ഞു. ഗോപാലൻ നിങ്ങളുടെ ആളല്ലോ, പിന്നെന്താ അവൻ അങ്ങനെ പറഞ്ഞത്? അത് തന്നെയാ ഞാനും ഇന്നലെ ചോദിച്ചത്. എടാ യോഹന്നാനെ, കണ്ടാക്ക് പതിവില്ലാതെ ഗോപാലന്റെ വീട്ടിൽ കയറി പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾക്ക് കൂലി കിട്ടൂലെന്ന്. അയാള് പോയി ഗോപാലനോട് അവതാ പറഞ്ഞാൽ എന്തോ ചെയ്യും? കണ്ടാക്ക് ഗോപാലനോട് അവതാ പറയാനോ? പുളിക്കും. എടാ, അവൻ ഇന്നലെ കൈ നിറച്ച് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. എളുപ്പത്തരം പറയരുത്. ഓ, ഗോപാലൻ നിങ്ങളുടെ നേതാവല്ലോ, അവനെ പറഞ്ഞാ പിടിക്കൂലല്ലോ. കുറഞ്ഞത് 1000 രൂപയെങ്കിലും അവൻ അടിച്ചിരിക്കും. അവൻ രൂപ വാങ്ങിക്കുന്നത് താൻ കണ്ടോ? എന്തിനാ കാണുന്നത്? കാള വാല് വെക്കുമ്പോഴേ കാര്യം അറിഞ്ഞൂടി. ഓ, തന്റെ ഈ പരദൂഷണം നിർത്താതെ താൻ ഗുണം പിടിക്കത്തില്ലടോ. ഈ വയസ്സുകാലത്ത് ഞാനെന്തോന്ന് ഗുണം പിടിക്കാൻ? ചെറുപ്പമല്ലേ, നീയൊക്കെ അങ്ങോട്ട് പിടിച്ചോണ്ടാ മതി. കണ്ട്രാക്ക് ഇന്നലെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിച്ചല്ലേ? എത്ര രൂപ തന്നു? 10,000. ഓഹോ, എന്നിട്ട് എവിടെ? 5,000 സഹോദരിക്ക് കൊടുത്തു. ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. ആ പണം മുഴുവൻ ഇങ്ങെടുക്ക്. മുഴുവൻ വേണോ? മുഴുവൻ വേണം. എന്നാ പിടിച്ചോ. എന്റെ ചേട്ടനെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതി. പക്ഷെ എന്റെ ചേട്ടന്റെ മനസ്സ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. കോൺട്രാക്ടർ വച്ചു നീട്ടിയ പണം അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞവനാണ് എന്റെ ചേട്ടൻ. ഗോപാല, എന്നോട് ക്ഷമിക്കൂ. നിന്നിലെ മനുഷ്യനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ. സുനന്ദേ, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ നമുക്ക് നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിക്കണം. അയ്യോ, ഞാനില്ല കസാരയുടെ ഏറുകൊള്ളെ. അതൊന്നും യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടാവില്ല. സുനന്ദ കൂടി ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് നമുക്ക് കൊണ്ടുവരാം. അയ്യോ, ഞാനില്ല. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഓ, നിങ്ങൾ റൂംമേറ്റ്സ് ആണല്ലേ? രാധേ, അവൾ കൂടി ഉണ്ടെങ്കിലേ പരിപാടി വിജയിക്കും. ആ, അന്ന് കോളേജ് പരിപാടിക്ക് ഡാൻസിന്റെ ടൈപ്പ് മാറ്റേണ്ടി വന്നപ്പോൾ അവൾ എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. പക്ഷെ നീ കുഴഞ്ഞുപോയി. മിസ്റ്റർ ഗംഗൻ, നിങ്ങൾ ഇത് അളക്കുന്നുണ്ടോ? സോറി സുനന്ദേ. ബാക്ക്, ഗോ ബാക്ക്, 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 ബാക്ക്. അല്പം കൂടി പുറകോട്ട് പോകും. Let me back. അയ്യോ, അയ്യോ. വിളിച്ചു സുനന്ദേ. ഒന്നുമില്ല. നമുക്ക് ഡോക്ടറെ കാണിക്കാം. വേണ്ട, വരൂരാതെ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. കാല് നേരെ വെക്ക് സുനന്ദേ. ഈ ചൂട് വെച്ച് കഴിയുമ്പോ വേദന എല്ലാം മാറും. വേണ്ടരാതെ, വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചിറ്റമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്തിനാ നിസ്സാര കാര്യത്തിന് അവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത്? ചൂട് വെക്കട്ടെ. എങ്ങനെ ഇരിക്കുന്നു സുനന്ദേ? കാലിന് വേദന കുറവുണ്ടോ? മിസ്റ്റർ ഗംഗൻ സുനന്ദയെ കാണാനാ വന്നിരിക്കുന്നത്. സുനന്ദേ, ഇതാ അയോഡെക്സ് ആണ്.
ഇത് പുരട്ടി ചൂട് പിടിക്കും, വേദന വേഗം മാറും. ആ. ഞാനാണ് സുനന്ദയെ വീഴ്ചത്. വെരി സോറി. ഏയ്, ഞാൻ പുറകോട്ട് നോക്കാതെ പോയാണ് കുഴിയിൽ വീണത്. എങ്ങനെയായാലും ശരി, കാലുളുക്കി കിട്ടി. 2 ദിവസം കഴിയാതെ ക്ലാസ്സിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോ നോ നോ, ഷി വിൽ ബി ഓൾ റൈറ്റ് ബൈ ടുമോറോ മോർണിംഗ്. വരട്ടെ സുനന്ദേ. എന്നെ കണ്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ പോയി. എന്താ, സഹിച്ചില്ലേ? പോവാൻ പറയടി. കാര്യം പറയാനുണ്ടായിരുന്നു. 1 മിനിറ്റ്. നളിനി, പ്ലീസ്. എളുപ്പം വരണം കേട്ടോ, ഞാൻ ഇവിടെ ഇരിക്കാം. സുനന്ദേ, എന്താ വൈകുന്നേരം കാണുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുക? അയ്യോ, ഞാനങ്ങ് മറന്നുപോയി. വരൂ. സുനന്ദേ, സുനന്ദേ, നീ എവിടെയാ? ഏയ്, ഞാൻ വായിക്കാണ്. പുസ്തകം മറിച്ചു പിടിച്ചിരിക്കുന്നത്. ഓ, പക്ഷെ ഗംഗൻ, എന്താ രാധേ? ഞാൻ ഗംഗനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. സുനന്ദയുടെ കാര്യമല്ലേ? ക്ഷമിക്കണം, ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ അടുത്തു, പരസ്പരം സ്നേഹിച്ചു. പഠനം കഴിഞ്ഞ് വിവാഹം കഴിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓഹോ, എന്റെ മംഗളാശംസകൾ. താങ്ക്സ്. ഗംഗൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. പക്ഷേ സുനന്ദയ്ക്കാണ് അങ്ങേ വിധിച്ചത്. ഞാൻ നിങ്ങൾക്ക് നന്മ നേരുന്നു. രാധേ, നീ പെട്ടിയും ബാഗും എടുത്തോണ്ട് എവിടെ പോന്നു? എനിക്ക് സൗകര്യമായിരുന്നു പഠിക്കാൻ ഒരു സിംഗിൾ റൂം കിട്ടി. രാധേ, എന്റെ കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലേ? ഏയ്, അതല്ല. ഒരു മുറി നമുക്ക് 2 പേർക്കും കൂടി പങ്കിടണ്ട. നീ തനിയായിക്കൊള്ളൂ. ഞാൻ ഒഴിഞ്ഞു വന്നിരിക്കുന്നു.